ശാലോം ടെലിവിഷൻ സംപ്രേഷണം ചെയ്യുന്ന ഇടയശബ്ദം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ സഹൃദയരായ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഇന്നേ ദിവസം ഇടയശബ്ദം എന്ന ഈ പ്രോഗ്രാമിൽ നമ്മോട് സംസാരിക്കുന്നതും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും ഫരീദാബാദ് ഡൽഹി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിവന്യ മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര പിതാവാണ്. പിതാവ് 19 വർഷക്കാലം വത്തിക്കാൻ പ്രതിനിധിയായി UN-ലും അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലും സഭയ്ക്ക് വേണ്ടി സ്തുത്യർഹമായ സേവനം ചെയ്യുകയുണ്ടായി. ഇപ്പോൾ അഭിവന്യ പിതാവ് ഫരീദാബാദ് ഡൽഹി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി 6 സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ആ പ്രദേശത്തെ വിശ്വാസികൾക്ക് ശക്തമായ നേതൃത്വം നൽകുകയാണ്. നമുക്ക് അഭിവന്യ പിതാവിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. അഭിവന്യ പിതാവെ, ഞങ്ങൾ അങ്ങയെ ഈ പ്രോഗ്രാമിലേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നു. അഭിവന്യ പിതാവിൻ്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് അറിയുവാനായിട്ട് ഞങ്ങൾക്ക് ഏറെ താല്പര്യമുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കരിപ്പാശ്ശേരി ഇടവകയാണ് എൻ്റെ ജന്മസ്ഥലം. എനിക്ക് 6 സഹോദരി സഹോദരന്മാരാണുള്ളത്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം അവിടെ തന്നെയുള്ള ഗവൺമെൻറ് സ്കൂളിലും ഫൊറോന പള്ളിയിലെ സെൻറ്റ് മേരീസ് UP സ്കൂളിലുമായിരുന്നു. SSLC പരീക്ഷയ്ക്ക് ശേഷമാണ് ഞാൻ സെമിനാരിയിൽ ചേർന്നത്, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മൈനർ സെമിനാരിയിൽ. പിതാവിൻ്റെ UN-ലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? ഐക്യരാഷ്ട്ര സംഘടന, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ലോക പാർലമെൻറ്റാണ്. 172 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഒത്തുചേരുന്ന ഒരു പൊതുവേദി അല്ലെങ്കിൽ ലോക പാർലമെൻ്റ് എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഇതിൽ വത്തിക്കാൻ ഒരു ഒബ്സർവർ സ്റ്റേറ്റാണ്. കാരണം അന്തർദേശീയ തലത്തിൽ വത്തിക്കാനെ ഒരു രാജ്യമായിട്ട്, ഒരു സ്റ്റേറ്റായിട്ട് അന്തർദേശീയ സംഘടനകളും അതുപോലെയുള്ള ട്രീറ്റികളും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ വത്തിക്കാൻ അവിടെ ഒരു ഒബ്സർവർ മാത്രമാണ്, അതിനകത്ത് അംഗമല്ല, മെമ്പർ സ്റ്റേറ്റ് അല്ല. ചിലർ വിചാരിക്കുന്നത് നമുക്ക് ഈ മെമ്പർ സ്റ്റേറ്റ് പദവി തരാഞ്ഞിട്ടെന്നുള്ളതാണ്. പക്ഷേ വത്തിക്കാൻ ഈ മെമ്പർ സ്റ്റേറ്റ് പദവി ആഗ്രഹിക്കാഞ്ഞിട്ടും ഒബ്സർവർ എന്നുള്ള രീതിയിൽ നിലനിൽക്കാൻ താല്പര്യപ്പെടുന്നുകൊണ്ടുമാണ്. കാരണം ഒരു ഒബ്സർവർ തസ്തികയിലുള്ള ആൾക്ക് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് കഴിയും. മെമ്പറാകുമ്പോൾ തീർച്ചയായിട്ടും കക്ഷി രാഷ്ട്രീയത്തിൽ ഭാഗവാക്കുകളാകേണ്ടി വരും. അതേസമയം ഒരു ഒബ്സർവറായിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ വീക്ഷിക്കാനായിട്ട് സാധിക്കും. ബെനഡിക്റ്റ് മാർപ്പാപ്പ ഒരിക്കൽ പറയുകയുണ്ടായി, സത്യം ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കാനായിട്ട് സാധിക്കില്ലെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ലോക പാർലമെൻറ്റിൽ വത്തിക്കാൻ്റെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ ധാർമ്മികതയുടെ, നീതിയുടെ സംരക്ഷകനായിട്ട് പ്രവാചക ശബ്ദം മുഴക്കുക എന്നുള്ളതാണ്. എൻ്റെ ജോലി, പ്രത്യേകിച്ചുള്ള എൻ്റെ ജോലി UN-ൻ്റെ സെക്കൻഡ് കമ്മിറ്റിയുടെ ചാർജായിരുന്നു എനിക്ക്. സെക്കൻഡ് കമ്മിറ്റി ഈ നീതിയെപ്പറ്റിയും വികസന കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ ചർച്ച ചെയ്യുന്ന കമ്മിറ്റിയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ വിദ്യാഭ്യാസം, അവിടുത്തെ വികസനം, പ്രകൃതി സംരക്ഷണം, ഇങ്ങനെയുള്ള വിഷയങ്ങളായിരുന്നു ഞങ്ങൾ മുഖ്യമായിട്ടും അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ജനറൽ അസംബ്ലിയിൽ
റെസൊല്യൂഷൻസ് എന്ന് പറയും, അതിന് കൃത്യം റെസൊല്യൂഷൻസ് ചർച്ച ചെയ്ത് സംവാദത്തിലൂടെ നമ്മളൊരു കോൺസെൻസസ് വഴിയായിട്ട് സാധാരണ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ ലോക ജനതയ്ക്ക് മാർഗദർശികളായിട്ട് മാറുകയും ചെയ്യുന്നു. അതാണ് അവിടുത്തെ സംവിധാനം. അപ്പോൾ വത്തിക്കാന് ഈ ഐക്യരാഷ്ട്രസഭയിൽ വത്തിക്കാൻ്റെ സാന്നിധ്യം അറിയപ്പെടുന്നത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്നാണ്. നീതിക്ക് വേണ്ടി പ്രസംഗിക്കുന്ന പ്രവാചക ശബ്ദമായിട്ടാണ് ഈ ഐക്യരാഷ്ട്രസഭയിലെ വത്തിക്കാൻ്റെ പ്രവർത്തനത്തെ പറ്റി പൊതുവെ വിശേഷിപ്പിക്കുക. ഐക്യരാഷ്ട്രസഭയിലെ പൊതുവേദിയിലും ജനറൽ അസംബ്ലിയിലും സെക്യൂരിറ്റി കൗൺസിലിലും മറ്റ് സംഘടനകളുണ്ട് അവിടെ. ആ സംഘടനകളിലൊക്കെ ഈ ഒബ്സേർവർ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പങ്കെടുക്കാം, പ്രസംഗങ്ങൾ അവതരിപ്പിക്കാം. ഞാൻ പല പ്രാവശ്യം ജനറൽ അസംബ്ലിയിൽ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മുടെ അഭിപ്രായങ്ങൾ, പ്രസംഗങ്ങൾ ലോകം, പ്രത്യേകിച്ച് മാർപ്പാപ്പയുടെ ശബ്ദം എന്നുള്ള രീതിയിൽ അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് അവിടെ വെച്ചുണ്ടായിട്ടുള്ളത്. പിതാവ് വത്തിക്കാൻ്റെ പ്രതിനിധിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കെ 2012 ഫരീദാബാദ് ഡൽഹി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിട്ട് നിയമിതനായി. ഒരു പുതിയ രൂപത വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് പിതാവ് ആ കാലഘട്ടം മുതൽ ശ്രമിക്കുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പിതാവിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ആർച്ച് ബിഷപ്പ് എന്ന രീതിയിൽ ഇന്ത്യയിൽ തലസ്ഥാന നഗരിയിൽ തന്നെ നമ്മുടെ രൂപതയുടെ ആസ്ഥാന കേന്ദ്രം സ്ഥാപിക്കുകയും അവിടെ പ്രവർത്തനങ്ങൾ നടത്തി വരികയും ചെയ്യുന്നു. അതിന് പിതാവിന് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതോടൊപ്പം തന്നെ പിതാവിന് ഏതെല്ലാം സാഹചര്യത്തിലൂടെ ഈ സഭയെ ഇത്ര വേഗം വളരെ സ്തുത്യർഹമായ രീതിയിൽ മുമ്പോട്ട് നയിക്കാനായിട്ട് സാധിച്ചു എന്നതിനെക്കുറിച്ച് അറിയുവാനായിട്ട് പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. 2012 മാർച്ച് 6 ഫരീദാബാദ് ഡൽഹി രൂപത സ്ഥാപിതമായത്. 2012 മെയ് മാസത്തിൽ ഞാൻ അതിൻ്റെ പ്രഥമ മെത്രാനായിട്ട് അഭിഷിക്തനായി. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി പിതാവാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. ഫരീദാബാദ് രൂപതയെപ്പറ്റി പറയുമ്പോൾ വളരെ വിശാലമായിട്ടുള്ളൊരു ഭൂപ്രദേശമാണ് രൂപതയ്ക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. 6 സംസ്ഥാനങ്ങളിലായിട്ടത് വ്യാപിച്ചു കിടക്കുന്നു. ഡൽഹി NCR എന്ന് പറയും, നാഷണൽ ക്യാപിറ്റൽ റീജിയൻ, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ഷിംല, ചണ്ഡീഗഡ്, ഉത്തർപ്രദേശിലെ 2 ഡിസ്ട്രിക്റ്റുകൾ. ഇത് ഇത്രയും അടങ്ങുന്ന വിശാലമായിട്ടുള്ളൊരു ഭൂപ്രദേശമാണ് രൂപതയ്ക്കുള്ളത്. 9.5 ലക്ഷം സ്ക്വയർ കിലോമീറ്ററാണ് അതിൻ്റെ വ്യാപ്തി. എന്നുവെച്ചാൽ കേരളത്തിൻ്റെയൊക്കെ ഒത്തിരി ഏറെ മടങ്ങ് വലിപ്പമുള്ളൊരു രൂപതയാണ്. സീറോ മലബാർ സഭ വിശ്വാസികൾ ഈ എല്ലാ സ്ഥലത്തുമായിട്ട് 1.5 ലക്ഷം ആളുകളുണ്ടെന്നാണ് സ്ഥിതിവിവര കണക്കുകൾ പറയുക. പണ്ട് കേരളത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ ഡൽഹിയിലുള്ള ആളുകളുടെ അജപാലന ശുശ്രൂഷയായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട സംഗതിയെങ്കിൽ ഇപ്പോൾ അതിന് പുറമെ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കുവാനായിട്ട് പരിശുദ്ധ സിംഹാസനം തീരുമാനിച്ചത് അവിടുത്തെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ വേണ്ടിയിട്ടാണ്. അതിനകത്തേക്ക് ഞാൻ പിന്നീട് വരാം. ഡൽഹിയിൽ തന്നെയുള്ള ഈ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം ഏറെയാണ്. കാരണം ഇന്ത്യയിൽ 3 വ്യക്തിസഭകളുണ്ട്. ഈ വ്യക്തിസഭകളടങ്ങുന്ന ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഈ സഭകളുടെ സഹകരണം, ഒരുമിച്ചുള്ള സമാധാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഒരു രൂപതയിൽ പ്രവർത്തിക്കുവാനായിട്ട് തീർച്ചയായിട്ടും എൻ്റെ പുറത്തുള്ള പരിചയം, സേവന ശുശ്രൂഷ പരിചയങ്ങൾ വലിയ സഹായകമായിരുന്നിട്ടുണ്ട്. കാരണം അവിടെയുള്ള മറ്റ് സഭകൾ എന്ന് പറയുന്ന ലത്തീൻ സഭയോടും മലങ്കര സഭയോടുമുള്ള തുറവി, സഹകരണ മനോഭാവം, ഒരുമിച്ച് നമ്മുടെ വിശ്വാസത്തിന് തലസ്ഥാന നഗരിയിൽ നിന്ന് സാക്ഷ്യം വഹിക്കുവാനുള്ള ഒരു താല്പര്യം, ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ ബുദ്ധിമുട്ടുകളെ എളുപ്പത്തിൽ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കുള്ള തുറവി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്
ഈ ഡൽഹിക്ക് പുറമെ പ്രത്യേകിച്ചും പഞ്ചാബിൽ, ഹിമാചൽ പ്രദേശത്തിൽ, അതുപോലെ ജമ്മു കാശ്മീരിലൊക്കെ ഈശോയെപ്പറ്റി അറിയാനും സുവിശേഷം കേൾക്കാനും താല്പര്യമുള്ള ഒത്തിരിയേറെ ആളുകളുണ്ട്. സത്യത്തിൽ സീറോ മലബാർ സഭയുടെ സത്വരമായ ശ്രദ്ധ ഈ വിഭാഗങ്ങളിലേക്ക് അധികം ചെന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് കേരളത്തിന് പുറത്ത് 7 എക്സാർക്കേറ്റുകളുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ആ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ശ്രദ്ധ കൂടുതൽ പതിഞ്ഞത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശത്താണെങ്കിൽ ഈ കിഴക്കൻ ഭാഗം, വടക്കേ ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശങ്ങൾ ഒരു രീതിയിൽ നമ്മളധികം ശ്രദ്ധിക്കാതിരുന്നൊരു മണ്ഡലമായിരുന്നു. അവിടെ പ്രവർത്തിച്ചിരുന്ന CST അച്ഛന്മാർ, ജലന്ധർ രൂപതയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന CST അച്ഛന്മാർ വളരെ പ്രശംസനീയമായ വിധത്തിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയിരുന്നു. എന്നാൽ സീറോ മലബാർ സഭയുടേതായിട്ട് അവിടെ അധികം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള സാഹചര്യം നമുക്കുണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയ രൂപതയുടെ മുഖ്യമായിട്ടുള്ളൊരു പ്രദേശമാണ് പഞ്ചാബ്, അതുപോലെ ഈ മറ്റ് സംസ്ഥാനങ്ങളും. അവിടെ ഒത്തിരിയേറെ സുവിശേഷ വേലകൾക്ക് ആരംഭം കുറിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളവിടെ ചെയ്യുന്നത് വില്ലേജ്, ഗ്രാമപ്രദേശങ്ങളിലുള്ള സുവിശേഷ പ്രഘോഷണമാണ്. ചെറിയ സ്ഥലങ്ങളിൽ നമ്മുടെ അച്ഛന്മാർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ചെന്ന് സമയം പോലെ അവർ ഈ വില്ലേജുകളിൽ പോയിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നു, സത്സംഗ് നടത്തുന്നു, പാട്ടുപാടുന്നു. അതോടൊപ്പം തന്നെ ഈ നമ്മൾ പറയുന്ന സാമൂഹ്യ സേവനത്തിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ആതുര സേവന രംഗത്തെ നമ്മുടെ സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൂടെയുള്ള ശുശ്രൂഷയും, നമ്മൾ വലിയ ഹൈടെക് പ്രവർത്തനങ്ങളല്ല, ഗ്രാമപ്രദേശങ്ങൾക്ക് പറ്റിയ റൂറൽ സർവീസ് സംവിധാനങ്ങളിലൂടെ നമ്മൾ പ്രവർത്തിക്കുന്നു, സാമൂഹ്യ സേവനത്തിലൂടെ സുവിശേഷവൽക്കരണം നടത്തുന്നു. പഞ്ചാബിലെ പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലം അനുസരിച്ച് ഒരു രീതിയിലുമുള്ള എതിർപ്പുകൾ നമുക്കവിടെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. പൊതുവെ നമ്മുടെ പ്രവർത്തനങ്ങളോട് അങ്ങേയറ്റം സഹകരണവും പ്രോത്സാഹനവുമാണ് അധികാരികളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ റീത്തുകൾ ഫരീദാബാദ് ഡൽഹി രൂപതയോട് ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് പിതാവ് പറഞ്ഞു കഴിഞ്ഞു. അതിൽ റോമിൽ നിന്നും ഈ അടുത്ത കാലത്തായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ ചില ഇൻസ്ട്രക്ഷൻസൊക്കെ നമ്മുടെ സഭകൾ തമ്മിൽ സ്വീകരിക്കേണ്ട ചില ആശയങ്ങളെക്കുറിച്ചും ഒന്നിച്ച് നീങ്ങേണ്ട ചില സാധ്യതകളെക്കുറിച്ചുമൊക്കെ ചില നിർദ്ദേശങ്ങൾ റോമിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് പിതാവിനൊന്ന് വിവരിക്കാമോ? ഫരീദാബാദ് രൂപത വന്നതോടുകൂടി ഈ ലത്തീൻ ഇടവകളിൽ നിൽക്കുന്ന സീറോ മലബാറുകാരുടെ കാര്യം ഒരു പ്രധാന വിഷയമായിട്ട് മാറി. നമുക്ക് അവിടെ കോർഡിനേറ്റർ ഉണ്ടായിരുന്നു, നമുക്ക് നമ്മുടേതായിട്ടുള്ള പള്ളികളുണ്ടായിരുന്നു. ആ പള്ളികളുടെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് പോകുമ്പോൾ തന്നെ പല പ്രായോഗിക കാരണങ്ങൾ കൊണ്ട് ചില സീറോ മലബാർ അംഗങ്ങൾ ലത്തീൻ പള്ളികളിൽ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ രൂപത വന്ന ഉടനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട്, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ചരിത്രത്തിൽ ആദ്യമാണ്, ഡൽഹി ലത്തീൻ അതിരൂപത അധ്യക്ഷനും ഫരീദാബാദ് രൂപതയുടെ അധ്യക്ഷനായ ഞാനും കൂടി സംയുക്തമായിട്ട് ഒരു ഇടയലേഖനം പ്രസിദ്ധീകരിച്ചു. കാര്യങ്ങൾ സുഗമമായിട്ട് പരിഹരിക്കാനും ഭാവി പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സംയുക്ത ഇടയലേഖനം പ്രസിദ്ധീകരിച്ചത്. തീർച്ചയായിട്ടും റോമിലെ 2 കോൺഗ്രിഗേഷൻസ് ഫോർ ദ ഓറിയൻ്റൽ ചർച്ചസ്, അതായത് പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൻ്റെയും സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊപ്പഗാൻഡ കാര്യാലയത്തിൻ്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഞങ്ങളിത് തയ്യാറാക്കിയത്. ഈ സംയുക്ത ഇടയലേഖനം ഡൽഹിയിലെ വത്തിക്കാൻ പ്രതിനിധിയുടെ സഹകരണത്തിലാണിത് ഞങ്ങൾ പൂർത്തിയാക്കിയത്. അത് ഈ 2 സഭകളുടെയും വിശ്വാസികളുടെ സഹവാസത്തിനുള്ള ഒരു മാർഗരേഖയായിരുന്നു. പക്ഷേ കുറച്ച് വിശ്വാസികൾ ഈ മാർഗരേഖ ഉണ്ടായിരുന്നിട്ട് പോലും തങ്ങൾക്ക് ഈ ലത്തീൻ പള്ളികളിൽ തന്നെ തുടരാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ സംയുക്ത ലേഖനത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതുപോലെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ, പ്രായോഗികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ സഭയുടെ നിയമങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ നിങ്ങളവിടെ നിന്നോളുക. പക്ഷേ സഭയുടെ നിയമങ്ങൾ അനുസരിച്ച് വേണം അത് ചെയ്യാനായിട്ട്. അപ്പം അത് അവർക്ക് അത്ര കണ്ട് സ്വീകാര്യമല്ലാതിരുന്നതിൻ്റെ പേരിൽ അവർ കുറച്ച് പേര് റോമിൽ മാർപ്പാപ്പയ്ക്ക് നേരിട്ട് ഒരു അപേക്ഷ വെച്ചു.
ഈ അപേക്ഷയുടെ മറുപടിയാണ് ഈ അടുത്ത കാലത്ത് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് റോമിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള സംഗതികൾ ഞങ്ങൾ സംയുക്ത ഇടലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള നിയമകാര്യങ്ങൾ തന്നെയാണ്. ഉദാഹരണത്തിന് വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എവിടെയാണോ ഒരു സീറോ മലബാറുകാരൻ ഉള്ളത്, അദ്ദേഹത്തിൻ്റെ വീട് അല്ലെങ്കിൽ റെസിഡൻസ് ഉള്ളത്, ഡൊമിസൈൽ ഉള്ളത്, ആ സ്ഥലത്തെ സീറോ മലബാർ ഇടവകയായിരിക്കും അദ്ദേഹത്തിൻ്റെ നിയമാനുസൃതമായിട്ടുള്ള ഇടവക. പ്രായോഗികമായിട്ട് വേറെ സ്ഥലത്ത് പോയാൽ പോലും ഇടവക നിയമപരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് കല്യാണക്കുറി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു മാമോദീസ മുങ്ങുന്നു, സ്ഥൈര്യലേപനം സ്വീകരിക്കുന്നു. ഇതിനൊക്കെയാണ് നമുക്ക് നിയമപരമായിട്ടുള്ള വികാരിയച്ഛൻ്റെ എഴുത്ത് ആവശ്യമുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ തീർച്ചയായിട്ടും പോകേണ്ടത് അവിടെയുള്ള സീറോ മലബാർ പള്ളിയിലാണ്. അങ്ങനെയുള്ള ഒത്തിരിയേറെ പ്രായോഗിക കാര്യങ്ങൾ ഈ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതിനു പുറമെ ഈ റോമിലേക്ക് അപേക്ഷ വെച്ചപ്പോൾ അവർ ആവശ്യപ്പെട്ടത് കല്യാൺ മോഡലിലുള്ള ഒരു ഇൻഡൾട്ടാണ്. ഇൻഡൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പൊതു അനുവാദമാണ്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളൊരു പൊതു അനുവാദം ആവശ്യമില്ല. പൊതു അനുവാദം ഇപ്പോൾ റോം നൽകുകയും ചെയ്യില്ല. അതിന് പകരം നമ്മുടെ സംയുക്ത ഇടലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ അതാത് സീറോ മലബാർ ഇടവകയിലും സീറോ മലബാർ രൂപതയിലും ചേരുക. ഇനി ചേർന്നില്ലെങ്കിൽ പോലും അവിടെ അതായിരിക്കും നിങ്ങളുടെ നിയമാനുസൃതമായിട്ടുള്ള ഇടവക, നിയമാനുസൃതമായിട്ടുള്ള രൂപത എന്നുള്ളതാണ്. പൊതുവെ സ്വീകരിക്കപ്പെട്ട ഒരു രേഖയാണത്. അതുമായിട്ട് സംബന്ധിച്ച് ഞങ്ങളൊരു ചില ഇൻസ്ട്രക്ഷൻസ് വീണ്ടും ആളുകൾക്ക് പ്രായോഗികമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ട് പിതാക്കന്മാരും കൂടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. മെത്രാപ്പോലീത്തയായി നിയുക്തനായപ്പോൾ പിതാവ് തിരഞ്ഞെടുത്ത ഒരു മോട്ടോ വിശ്വാസത്തിലുള്ള ഐക്യം എന്ന ആപ്തവാക്യമായിരുന്നു. അതിനെ സംബന്ധിച്ച് പിതാവ് ഒന്ന് വിവരിക്കാമോ? എൻ്റെ ആപ്തവാക്യം ഇൻ ഫീദേയി കൊമ്മുണിയോണെ എന്നുള്ളതാണ്. അതായത് വിശ്വാസത്തിലുള്ള കൂട്ടായ്മ. ഇന്ത്യയിലെ 3 വ്യക്തിസഭകളുടെ ഒത്തായ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഞാനത് തിരഞ്ഞെടുത്തത്. നമുക്ക് സാർവത്രിക സഭയുടെ തലത്തിലേക്ക് ഉയരണമെങ്കിൽ ഇങ്ങനെ വിശാലമായിട്ട് ഒത്തൊരുമയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രവർത്തന ശൈലി ഉണ്ടാകണം. അപ്പോൾ ഒരു പരസ്പര മത്സരം ഉപേക്ഷിച്ച് ഒരേ കുടുംബത്തിലെ കൂട്ടായ്മയിലെ അംഗങ്ങളെന്നുള്ള രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും തലസ്ഥാന നഗരിയിൽ നിന്നുള്ള നമ്മുടെ വിശ്വാസ സാക്ഷ്യത്തിന് കൂടുതൽ ശോഭയുണ്ടാകും, കൂടുതൽ പ്രസക്തി ഉണ്ടാകും. അത് വെച്ചിട്ടാണ് ഇൻ ഫീദേയി കൊമ്മുണിയോണെ, വിശ്വാസത്തിലുള്ള കൂട്ടായ്മ എന്ന ആപ്തവാക്യം ഞാൻ സ്വീകരിച്ചത്. പിതാവ് വിശ്വാസത്തിലുള്ള കൂട്ടായ്മ എന്ന ആപ്തവാക്യം സ്വീകരിക്കുകയും അതിനെ ഉയർത്തിപ്പിടിക്കുകയും ഒരു വലിയ മൂല്യമായിട്ട് ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നു പിതാവ് കേരള സഭയിലും ഡൽഹി ഫരീദാബാദ് രൂപതയിലും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെയുള്ള സഭയുടെ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിതാവിൻ്റെ സാന്നിധ്യം, ഇടപെടൽ സഭയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ ഒരു മേഖലകളിലുള്ള പിതാവിൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് വിവരിക്കാമോ? കേരളത്തിന് പുറത്തു പോയിട്ടുള്ള നമ്മുടെ വിശ്വാസികളുടെ അജപാലന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ സഭാ നേതൃത്വത്തിൻ്റെ സിനഡിൻ്റെ അങ്ങേയറ്റം ശ്രദ്ധ അർഹിക്കുന്ന ഒരു വിഷയമാണ്. എവിടെയൊക്കെ സീറോ മലബാർ വിശ്വാസികളുണ്ടോ അവിടെയൊക്കെ നമ്മൾ ശീലിച്ചു പോകുന്ന രീതിയിൽ ആചാരാനുഷ്ഠാനങ്ങൾ, ആരാധനാക്രമങ്ങൾ പാലിക്കുവാനും നമ്മുടെ പാരമ്പര്യങ്ങൾക്കനുസരിച്ച് ആധ്യാത്മിക ശുശ്രൂഷ നടത്തുവാനും സാഹചര്യം ഒരുക്കണം എന്നുള്ള താല്പര്യം നമ്മുടെ സിനഡിനും മേജർ ആർച്ച് ബിഷപ്പിനുമുണ്ട്. അതിൻ്റെയൊക്കെ പരിണത ഫലമായിട്ടാണ് നമുക്ക് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ രൂപതയായി, കാനഡയിൽ ഈ അടുത്ത കാലത്ത് നമുക്ക് രൂപത കിട്ടി. ഗൾഫിലുള്ള നമ്മുടെ വിശ്വാസികളുടെ കാര്യത്തിന് കൃത്യമായിട്ടുള്ള നിയതമായിട്ടുള്ള രൂപം ഇതേവരെ ഉണ്ടായിട്ടില്ല. അവിടെയുള്ള 2 അപ്പസ്തോലിക് വികാരിമാരാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കുറച്ചും കൂടി സജീവമാക്കാനും
നമുക്ക് കുറച്ചുകൂടി കൂടുതൽ അജപാലന സൗകര്യങ്ങൾ ഉണ്ടാകുവാനും വേണ്ടിയിട്ട് സീറോ മലബാർ സിനഡ് 3 പിതാക്കന്മാരെ ചുമതലപ്പെടുത്തി അയക്കുകയുണ്ടായി. അഭിവന്യ മനത്തോടത്ത് പിതാവും തട്ടിൽ പിതാവും ഞാനുമായിരുന്നു ഈ കമ്മീഷൻ്റെ അംഗങ്ങൾ. അവിടെ ചെന്ന് പിതാക്കന്മാരുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തി. അതിൻ്റെ റിപ്പോർട്ട് സിനഡിൽ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ സിനഡിൽ വീണ്ടും അതിൻ്റെ തുടർച്ചയായിട്ട് ഒരു സന്ദർശനം നടത്താൻ വേണ്ടിയിട്ട് അഭിവന്യ വടക്കേൽ പിതാവിനെയും എന്നെയും ചുമതലപ്പെടുത്തി. ഈ വലിയ ആഴ്ചയ്ക്ക് തൊട്ട് മുൻപ് ഞങ്ങൾ അവിടെ ചെന്ന് പിതാക്കന്മാരെ കണ്ട് ഈ ആവശ്യം കുറച്ചും കൂടി ശക്തമായ രീതിയിൽ അവിടെ ഉന്നയിക്കുകയുണ്ടായി. ചർച്ചകൾ നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നത്. നമുക്ക് അധികം താമസിക്കാതെ തന്നെ നമുക്ക് കുറച്ചും കൂടി ശക്തമായിട്ടുള്ളൊരു അജപാലന ശുശ്രൂഷയ്ക്ക് വേണ്ട സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അഭിവന്യ പിതാവ് ഡൽഹി ഫരീദാബാദ് രൂപതയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയായ മോദിജിയെ അവിടേക്ക് ക്ഷണിക്കുകയും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറാകുകയൊക്കെ ചെയ്തു. എങ്ങനെയാണ് പിതാവിന് ഗവൺമെൻറ് തലങ്ങളിൽ കൂടി സ്വാധീനിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയൊക്കെ രൂപതയിലേക്ക് ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ തക്കവിധം അവരുടെ ശ്രദ്ധയിലേക്ക് നമ്മുടെ കാര്യങ്ങളെ കൂടി കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞത്? നമ്മുടെ രാജ്യത്തെ ദേശീയ രാഷ്ട്രീയ നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടുന്നതും അത് ഔദ്യോഗികമായിട്ട് തീരുമാനത്തിലെത്തിക്കുന്ന പാർലമെൻറ്റ് നടക്കുന്നതും തലസ്ഥാന നഗരിയിലാണ്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലായിരിക്കുന്ന ഒരു രൂപത എന്ന രീതിയിൽ ഫരീദാബാദ് രൂപതയ്ക്കും ഡൽഹി ലത്തീൻ രൂപതയ്ക്കും സീറോ മലങ്കര രൂപതയ്ക്കും ഇങ്ങനെയുള്ള ചർച്ചകളിൽ അല്ലെങ്കിൽ പോളിസികളിൽ ചില രീതിയിൽ ബന്ധപ്പെടുവാനായിട്ട് സാധിക്കും. കാരണം ഇതെല്ലാം നടക്കുന്നത് ഡൽഹിയിൽ വെച്ചിട്ടാണ്. ആ രീതിയിൽ പ്രത്യേകിച്ചും ധാർമ്മികമായിട്ടുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ ഞങ്ങളെല്ലാവുന്ന രീതിയിൽ സ്വാധീനിക്കാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കാറുണ്ട്. 2014 ഡിസംബർ മാസം ഡൽഹിയിൽ നമ്മുടെ ഒരു പള്ളി ഉൾപ്പെടെ പല പള്ളികളും ആക്രമിക്കപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള വികാസങ്ങളുണ്ടായപ്പോൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളുണ്ടായപ്പോൾ രാജ്യത്ത് പൊതുവായിട്ട് ഡൽഹിയിൽ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടായ സാഹചര്യത്തിൽ എല്ലാ സഭാ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ പ്രധാനമന്ത്രിയെ കാണുവാനായിട്ട് ഞങ്ങൾ പരിശ്രമം നടത്തിയുണ്ടായി. അങ്ങനെ പല പ്രാവശ്യം മന്ത്രിമാരായിട്ടും പോലീസ് ഉദ്യോഗസ്ഥരായിട്ടും ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകണം എന്നുള്ള രീതിയിൽ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതിനുശേഷം 2014 തന്നെ പ്രധാനമന്ത്രിയെ ഫരീദാബാദ് രൂപതയും സീറോ മലബാർ സിനഡും കൂടി സ്പോൺസർ ചെയ്ത ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ നമുക്ക് സാധിച്ചു. അവിടെ വെച്ചിട്ടാണ് ശ്രീ പ്രധാനമന്ത്രി വളരെ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടും ഭരണവും കാഴ്ചവെക്കും എന്നുള്ള വലിയ ഒരു വാഗ്ദാനം നൽകിയത്. അതിനുശേഷവും ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്ക് മൈനോറിറ്റികൾക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഒത്തിരിയേറെ വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചർച്ചകളിലൂടെ സംവാദത്തിലൂടെ ഒരു സമന്വയത്തിലെത്താനായിട്ടുള്ള ശ്രമങ്ങൾക്ക് ഞങ്ങളാലാവുന്ന രീതിയിൽ ഈ കത്തോലിക്ക മേലധ്യക്ഷന്മാർ 3 സഭയിലും പെട്ട ഞങ്ങൾ പ്രധാനമന്ത്രിയുമായിട്ടും ഗവൺമെൻറ്റുമായിട്ടും പ്രസിഡൻറ്റുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. CBCയുടെ തലത്തിൽ തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള പുതിയ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കാരുണ്യത്തിൻ്റെ ഈ വത്സരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പായിൽ നിന്ന് ലഭിച്ച സന്ദേശം അതെങ്ങനെയാണ് നമ്മുടെ ജനങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് പിതാവിൻ്റെ ഒരു ദർശനവും സ്വപ്നവും. ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ വർഷം പ്രഖ്യാപിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ആധുനിക കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്ന് കരുണ പറ്റിപ്പോയി എന്നുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ്. നമ്മുടെയൊക്കെ പ്രവർത്തന ശൈലിയും സാക്ഷ്യവും ഈ മാനുഷികതയുടെ അല്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ വഴിയിൽ നിന്ന് തെന്നി മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കരുണയുടെ സന്ദേശം എത്തിക്കുക ഒരു വർഷം, ഇതാണ് ഈ ജൂബിലി വർഷത്തിൽ പിതാവ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രൂപതയിൽ എല്ലാ രൂപതകളിലെയും പോലെ നമ്മൾ കാരുണ്യത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്.
അത് കൂടുതൽ ജനകീയമാക്കാനായിട്ട് പരിശ്രമിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഉദാഹരണത്തിന് ഈ വർഷം ഞങ്ങൾ വലിയ ആഴ്ചയിൽ തിഹാർ ജയിലിലെ ജയിൽ പുള്ളികളുടെ കാല് കഴുകിയ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒത്തിരിയേറെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്നവരാണ് ഈ സമൂഹത്തിൽ പരിത്യക്തരായിട്ടുള്ള വ്യക്തികൾ. പിതാവ് എപ്പോഴും പറയുന്നുണ്ട്, ഗോ ടു ദ പെരിഫറീസ്. സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച് സമൂഹത്തിൻ്റെ അതിർവരമ്പുകളിൽ കഴിയുന്ന ഹതഭാഗ്യരായിട്ടുള്ള വ്യക്തികൾക്ക് കാരുണ്യത്തിൻ്റെ കൈ നീട്ടുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവർ ഡൽഹിയിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചിട്ടുള്ളത് ഉള്ള കാര്യം പറയുമ്പോൾ പിതാവ് പ്രത്യേകം എടുത്ത് പറയുന്നത്, ഇത് സ്ഥലകാല പരിധികൾക്ക് അതീതമായിട്ടുള്ളതാണ്. ജിയോഗ്രാഫിക്കൽ ബൗണ്ടറീസ് അല്ല ഉദ്ദേശിക്കുന്നത്. മറ്റു രീതിയിൽ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഈ ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകൾ, അവയവങ്ങളെ കൈമാറ്റം ചെയ്യുന്ന സംവിധാനങ്ങൾ, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അതുപോലെ അണ്ടർ ട്രയൽഡ് ജയിലേഴ്സ്, അങ്ങനെ ഒരുപാട് നമ്മുടെ ശ്രദ്ധ അറിയിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു ഉദാഹരണം പറഞ്ഞാൽ, ജയിലിൽ ജനിക്കുന്ന കുട്ടികൾ, 10,000-കണക്കിന് ആളുകൾ ജയിലിൽ ജീവിക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ വർഷവും ഒത്തിരിയേറെ കുട്ടികൾ ജനിക്കുന്നുണ്ട്. ഈ കുട്ടികളെ ആര് നോക്കും? അമ്മയും അപ്പനും ജയിലിലാണെങ്കിൽ. അപ്പോൾ അവിടെ ജനിക്കുന്ന കുട്ടികളെ എടുത്ത് വളർത്തുന്ന സാമൂഹിക സന്നദ്ധ സംഘടനകളുണ്ട്. അവർ ഇങ്ങനെയുള്ള കുട്ടികളെ കളക്ട് ചെയ്തിട്ട് ഫരീദാബാദ് രൂപതയിൽ നടത്തുന്ന അനാഥശാലയിലേക്ക് തരുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ നടത്തുന്ന അനാഥശാലകളിൽ ഈ കുട്ടികൾ സ്വന്തം കുടുംബത്തിലെ പോലെ വളരും. കാരുണ്യവർഷത്തിൽ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം ഇതാണ്. മറ്റൊരു സംഗതി, ഈ കേരളത്തിൽ നിന്ന് ജോലി സംബന്ധിച്ച് പഠനം സംബന്ധിച്ചൊക്കെ അവിടെ വരുന്ന നമ്മുടെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് താമസ സൗകര്യം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റാലിറ്റി ഡെസ്ക് ഞങ്ങൾ ഈ കാരുണ്യവർഷത്തിൽ പ്രത്യേകിച്ച് ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. ഇതൊരു വലിയ മഹാനഗരമായതുകൊണ്ട് ഒത്തിരിയേറെ അപകടങ്ങൾ, വെല്ലുവിളികൾ ആദ്യമായിട്ട് ഡൽഹിയിൽ വരുന്ന കുട്ടികൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ, സുരക്ഷ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ വേറൊരു പദ്ധതി. അപ്പോൾ ഈ ഒരു വർഷത്തിൽ ഒത്തിരിയേറെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നുണ്ട്. ആളുകൾക്ക്, പ്രത്യേകിച്ചും ദുർബല വിഭാഗങ്ങൾക്ക് വലിയ ഒരു സഹായമായിട്ട് ഞങ്ങൾ അവിടെ പരിപാടികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ ദുഃഖവെള്ളിയാഴ്ച ഉദാഹരണത്തിന് ഞങ്ങൾ വഴികളിൽ ഒത്തിരി പേർക്ക് ഭക്ഷണം വിതരണം ചെയ്തു. എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾ അവിടെ വന്ന് ഇത് സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഈ വലിയ ആഴ്ചയെപ്പറ്റി, ഈസ്റ്ററിനെ പറ്റിയുള്ള ഒരു ലീഫ്ലെറ്റും ബൈബിളും നിർത്തുന്ന ബസ്സുകളിൽ പോലും ജീസസ് യൂത്തുകാരാണത് സംഘടിപ്പിച്ചത്. ജീസസ് യൂത്തുകാർ ബസ് നിർത്തി അവിടേക്ക് വിതരണം ചെയ്യും, കടലാസും ഈ പറഞ്ഞ ബൈബിളും ആവശ്യമുള്ളവർക്ക്, നിർബന്ധമില്ല. ആ രീതിയിലൊക്കെയുള്ള സാമൂഹ്യ സേവനങ്ങൾ പ്രത്യേകിച്ച് ഈ വർഷം ഞങ്ങൾ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിതാവ് വൈദികനായ കാലഘട്ടത്തിൽ തന്നെ ജേർണലിസം പഠിക്കാനായിട്ട് തയ്യാറെടുക്കുകയും ജേർണലിസം പഠിക്കുകയൊക്കെ ചെയ്തു. ഇന്ന് മാധ്യമ ലോകത്ത് നിന്ന് നമ്മുടെ സമൂഹം ഒരു വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സോഷ്യൽ നെറ്റ്വർക്ക് സംവിധാനങ്ങൾ നമ്മുടെ സഭയെയും സമൂഹത്തെയൊക്കെ ഏറെ ബാധിക്കുന്ന ഒരു വിഷയവും കൂടിയായി മാറിയിട്ടുണ്ട്. ഈ മാധ്യമ വെല്ലുവിളികളെ, സോഷ്യൽ നെറ്റ്വർക്കിനെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു രീതിയെക്കുറിച്ച് പിതാവിൻ്റെ ദർശനം എന്താണ്? രണ്ട് രീതിയിൽ അതിനെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, മാധ്യമ ലോകത്തെ ദൗത്യം. ഈ മാധ്യമ പ്രവർത്തകരെ അല്ലെങ്കിൽ ലോകത്തെ പണ്ട് പറഞ്ഞിരുന്നത് ദ ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ്. അതായത് ഒരു രാഷ്ട്രത്തിലെ നീതി നടപ്പാകാതെ വരുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ 2-3 സഭകളുള്ളിടത്ത് അവിടെ നടക്കാതെ പോകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയാണ് മാധ്യമം. അങ്ങനെയാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് മീഡിയയെ പറയാറുള്ളത്. പക്ഷേ അങ്ങനെയുള്ള ഒരു ധാർമ്മിക അവബോധം ഇന്ന് എത്രമാത്രം മാധ്യമപ്രവർത്തകർ പാലിക്കുന്നുണ്ടെന്നുള്ളത് സംശയമാണ്. പ്രത്യേകിച്ചും ക്രൈസ്തവ മാധ്യമ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ ഈ സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ട് നിലനിൽക്കുക എന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകൻ്റെ അങ്ങേയറ്റത്തെ ആവശ്യമാണ്, കടമയാണ്. ഇനി സാമൂഹ്യ മാധ്യമ രംഗത്തേക്ക് അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിനെ പറ്റി പറയുമ്പോൾ,
സോഷ്യൽ നെറ്റ്വർക്കിൽ കുറച്ചും കൂടി ഉത്തരവാദിത്ത ബോധമുണ്ടാകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഗോസിപ്പിനെ പറ്റി. അങ്ങനെയുള്ള ഗോസിപ്പിന് വേണ്ടിയിട്ടുള്ളൊരു വേദി മാത്രമല്ല ഈ സോഷ്യൽ നെറ്റ്വർക്ക്, വാട്സപ്പും ഫേസ്ബുക്കും അതുപോലെയുള്ള മറ്റു മാധ്യമങ്ങൾ. അത് എൻ്റെ ഉപയോഗത്തിൽ ഉത്തരവാദിത്വം വേണം, അതേസമയം സ്വാതന്ത്ര്യം വേണം. ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി എന്ന് നമ്മൾ പറയാറുണ്ട്. ഉത്തരവാദിത്വത്തോട് കൂടിയിട്ടുള്ള ഒരു ഉപയോഗമാകണം സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ഉണ്ടാകേണ്ടത്. അവസാനമായി നമ്മുടെ സഭയും രൂപതയും ഒക്കെ ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്താണെന്നാണ് പിതാവിൻ്റെ കണ്ടെത്തൽ? സഭയുടെ വിശ്വാസ സാക്ഷ്യത്തിൻ്റെ രംഗത്ത് വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് നമ്മൾ വിശ്വാസ വർഷം ആചരിച്ചത്. കുടുംബജീവിതത്തിലെ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു രാജ്യത്തിൻ്റെ, സമൂഹത്തിൻ്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ സിനഡിൽ ഇറ്റ്സ് എ കോൺഫ്ലിക്റ്റ് ഓഫ് സിവിലൈസേഷൻ എന്ന് ചില പിതാക്കന്മാർ അഭിപ്രായപ്പെട്ടത്. നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഒരു പരിണാമ പ്രക്രിയയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സീറോ മലബാർ സഭയുടെ പരമ്പരാഗതമായിട്ടുള്ള കുടുംബ പശ്ചാത്തലങ്ങളെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരു പ്രതിവിധി. നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനകൾ നിലനിന്നിരുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി നമ്മൾ സ്വീകരിച്ചിരുന്നു. അങ്ങനെയുള്ള നല്ല പതിവുകൾക്ക് തടസ്സം വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ചാനലുകളും മീഡിയ സ്വാധീനമൊക്കെ ആയിട്ട്. അതിന് ആനുപാതികമായിട്ട് സഭയും വെല്ലുവിളികളെ നേരിടുന്നുണ്ട്. അപ്പം അതിന് പരിഹാരം ഇത്രേ ഉള്ളൂ: നമ്മുടെ പഴയ രീതിയിലേക്ക് വരിക, കുടുംബ പ്രാർത്ഥന, വ്യക്തിബന്ധങ്ങൾ, നമ്മുടെ മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ബന്ധങ്ങൾ. കേരളത്തിൽ നിന്ന് ഈ വൃദ്ധസദനങ്ങളും അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് ഈ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളുടെയും മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന കുടുംബ പശ്ചാത്തലത്തിൻ്റെയും സൂചനകളാണ്. അപ്പോൾ അതിന് പരിഹാരം ഇത്രേ ഉള്ളൂ: നമ്മൾ കഴിയുന്നിടത്തോളം അന്യന് വേണ്ടി, അത് സ്വന്തം കുടുംബക്കാരാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും സമയം കണ്ടെത്തുക, അവരോടൊത്ത് സമയം ചെലവഴിക്കുക, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതൊക്കെയാണ്. അങ്ങനെ വരുമ്പോൾ വരും തലമുറ, ഇന്നത്തെ ചെറുപ്പക്കാരാണ് നാളെ നമ്മുടെ കുടുംബങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ യുവാക്കളായിട്ട് മാറേണ്ടത്. അപ്പോൾ അവർക്ക് നല്ല മാതൃക കൊടുക്കേണ്ടത് കുടുംബത്തിലാണ്. ഫരീദാബാദ് ഡൽഹി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിവന്യ കുര്യാക്കോസ് പറഞ്ഞുകുളങ്ങര പിതാവ് ഇടയശബ്ദമെന്ന പരിപാടിയിലൂടെ നമ്മളോട് സംവാദിക്കുകയായിരുന്നു. അഭിവന്യ പിതാവിന് എല്ലാ പ്രേക്ഷകരുടെയും നാമത്തിൽ ഹൃദ്യമായ നന്ദിയും കൃതജ്ഞതയും ഭാവുകങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.